വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 8ാം ദിനത്തിൽ. സൂചിപ്പാറയ്ക്കും പോത്തുകല്ലിനുമിടയിൽ ഇന്ന് പ്രത്യേക തെരച്ചിൽ. വനംവകുപ്പിന്റെയും സൈന്യത്തിന്റെയും 12 പേർ സംഘത്തിൽ. കാണാമറയത്തുള്ളത് 180-ലേറെ പേർ. മരണം 402. ദുരന്തഭൂമിയിലെ നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ഇന്ന് തുടങ്ങും. തകർന്ന കെട്ടിടങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് പരിശോധിക്കും. പൊളിച്ചു മാറ്റേണ്ടവയുടെ കണക്കുകളും ശേഖരിക്കും. ഇടുക്കി പെട്ടിമുടി ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് 4 ആണ്ട്. ദുരന്തത്തിൽ മൺമറഞ്ഞത് 70 പേർ. അതിജീവിച്ചവർ ജീവിതം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിൽ. കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപ പാഴ്വാക്കായി. അധികൃതരുടെ അനാസ്ഥയിൽ അന്തിയുറങ്ങാൻ ഭയന്ന് ഇടുക്കി കൂമ്പൻപാറയിലെ കുടുംബങ്ങൾ. ദേശീയപാത നവീകരണത്തിന് മണ്ണെടുത്തതോടെ അപകട ഭീഷണി. മഴ ശക്തമായതോടെ വീടുകളുടെ സംരക്ഷണ ഭിത്തി തകർന്നു. കലാപകലുഷിതമായി ബംഗ്ലാദേശ്. അവാമി ലീഗ് നേതാവിനെ അടിച്ചുകൊന്ന് പ്രതിഷേധക്കാർ. ഷേർപൂർ ജയിൽ തകർത്ത് തടവുകാരെ മോചിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് ഖാലിദാസിയെ ഉടൻ മോചിപ്പിക്കും. ഇന്ത്യ വിടാതെ ഷെയ്ഖ് ഹസീന. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യ. പുരുഷ വിഭാഗം ഹോക്കിയിൽ ഫൈനൽ ഉറപ്പിക്കാൻ ഇന്നിറങ്ങും. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയുടെ യോഗ്യതാ മത്സരം ഇന്ന്. ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ടും കളത്തിലിറങ്ങും.